തൊട്ടാൽ പൂക്കും പൂവോ നീയൻ ഓമന രാജാത്തീ തൃത്താപ്പൂവോ തേൻ തളിരോ നിൻ മീനിലഴകേ. പവിത്രത്തിൽ ആ ഷോട്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് പറഞ്ഞു തന്നത് നമ്മൾ ആ പാവാട ഇങ്ങനെ കാണിക്കുമ്പോൾ ലാൽസാർ കാണിക്കുമ്പോൾ ഇങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ട് ഹായ് എന്ന് കാണിക്കും. ചെറിയൊരു കാര്യമല്ലേ, അത് നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. വലിയ ക്യാരക്ടറായിട്ട് ഒരുപാട് ഇമോഷൻസ് ഉൾക്കൊണ്ട് അങ്ങനെ ചെയ്ത് കാണാക്കിനാവിലായിരുന്നു. അഭിനയ മികവൊന്നും എനിക്കറിയില്ല അങ്ങനെ പറയാനായിട്ട്. പക്ഷെ മോശം കാറ്റിലേക്ക് വരുമ്പോൾ അഭിനയ മികവ് തന്നെയാണ് കാണുന്നത്. അവിടെയും ഫാസിൽ സാറാണ് എല്ലാം. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി കളഞ്ഞു. എൻ്റെ മൈൻഡിൽ എനിക്ക് അങ്ങനെ അധികം മേക്കപ്പ് ചേരില്ല എന്നുള്ളൊരു ഇത് എൻ്റെ മനസ്സിൽ എവിടെയോ കിടക്കുന്നുണ്ട്. ഞാനൊരു ഹാൻഡ്സ് ഓൺ മദറായിരുന്നു. എനിക്ക് എൻ്റെ മക്കൾക്ക് എന്തുണ്ടെങ്കിലും ഞാൻ ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു പൊതുവെ ഒരു സ്വഭാവം അങ്ങനെയാണ്. നമ്മൾ സിനിമയിലേക്ക് എക്സ്പെക്ട് ചെയ്യാവോ ഈ ഒരു കംബാക്ക്? അതിലുകൂടി കാണാൻ പറ്റുമോ? ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സിനിമയിലേക്ക് വരിക, സിനിമ ചെയ്യുക എന്നുള്ളതല്ല. ബട്ട് ഐ ഹാവ് സംതിങ് ഇൻ മൈ മൈൻഡ്. തേടി പോകാൻ എനിക്കെപ്പോഴും മടിയാണ്. ഫാമിലി ഈസ് ഓൾവേസ് മൈ പ്രയോറിറ്റി. ഐ തിങ്ക് ഐ എം സേഫ് ഫ്രം ദറ്റ് മോം ഗിൽറ്റ്. എനിക്കിപ്പോൾ മോം ഗിൽറ്റ് ഇല്ല, ഞാൻ ഹാപ്പിയാണ്. ഇപ്പോൾ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് എങ്ങനെ എനിക്ക് വന്നു, ഫോളോവേഴ്സ് വന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് അതിൻ്റെ ബാക്കപ്പാണ്. സിനിമ അല്ലെങ്കിൽ ഞാൻ ചെയ്ത പ്രോഗ്രാംസ്. ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ ബ്ലേസ് മലയാളം. ദിസ് ഇസ് അന്ന. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒറ്റ സിനിമയിലൂടെ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ഒരു ക്രഷായിട്ട് മാറിയ നമ്മുടെ സ്വന്തം അശ്വതി ചേച്ചിയാണ്. അശ്വതി വിശാൽ അശോക്. അശ്വതി അശോക് വിശാൽ. നോ പ്രോബ്ലം. എനിക്ക് ചേച്ചീനെ കണ്ടപ്പോൾ തന്നെ ചോദിക്കാൻ ആദ്യം മനസ്സിൽ വന്നുള്ള ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഈ ഒരു സ്കിൻ ഗ്ലോയും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മെയിൻറ്റെയിൻ? ഐ തിങ്ക് 2 കുട്ടികളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു വരുന്നു, എന്നിട്ടും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം താങ്ക് യു അന്ന ഫോർ വെൽക്കമിങ് മീ ടു ദ ഷോ. അത് ആദ്യം പറയട്ടെ. ഐ വെൻറ്റ് ത്രൂ ഓൾ ദ സ്റ്റേജസ്. അതായത് നമ്മൾ കല്യാണം കഴിയുന്നു, അത് കഴിഞ്ഞ് മദർഹുഡ് വരുന്നു. അപ്പോൾ മദർഹുഡ് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായി വരുന്ന എല്ലാ മാറ്റങ്ങളിലൂടെയും വെയ്റ്റ് ഗെയിനും ആ ഒരു സ്റ്റബേൺ ഫാറ്റും ഇതെല്ലാം വന്ന് അത് പതിയെ റിക്കവറിങ് അല്ലെങ്കിൽ ഒരു ബെറ്റർ വേർഷൻ ആവുന്ന ഒരു പ്രോസസ്സിലാണ് ഞാൻ. പിന്നെ സ്കിന്നൊക്കെ വളരെ മോശമായി. അതിനുശേഷം നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് നമ്മൾ സെൽഫ് കെയർ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് പതിയെ വന്ന മാറ്റങ്ങളാണ്. അത് കുറച്ച് ഡെലിബറേറ്റ് എഫേർട്ടിൻ്റെയും കൂടെ ഒരു റിസൾട്ടാണ്. എഫേർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഡേ റുട്ടീൻ എങ്ങനെയായിരിക്കും? ഡേ സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയായിരിക്കും? സ്കിന്ന് മോളെ ഞാൻ അങ്ങനെ അധികം സ്കിൻ കെയർ ആയിട്ട് ചെയ്യുന്ന ഒരാളല്ല. അന്നും ചെയ്തിരുന്നില്ല. സിനിമ ചെയ്യുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കിൻ എനിക്കുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്ത് കുറച്ച് നാച്ചുറലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ എനിക്ക് എന്തോ എൻ്റെ മൈൻഡിൽ എനിക്ക് അങ്ങനെ അധികം മേക്കപ്പ് ചേരില്ല എന്നുള്ളൊരു ഇത് എൻ്റെ മനസ്സിൽ എവിടെയോ കിടക്കുന്നുണ്ട്. അത് കാരണം ഞാനിപ്പോൾ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും പരമാവധി ഞാൻ തന്നെയായിരിക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നത്. പരമാവധി ഞാൻ തന്നെയാണ് ചെയ്യുക. പിന്നെ ഒരു ഫോട്ടോഷൂട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നല്ല പ്രൊഫഷണൽ മേക്കപ്പ് മാൻ അല്ലെങ്കിൽ മേക്കപ്പ് വുമൺ അവരുണ്ടാവും, അവർ ചെയ്തു തരും. അതർവൈസ് വളരെ മിനിമലായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സ്കിൻ കെയറൊക്കെ മാക്സിമം നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ നമ്മൾ ആ ഒരു ഏജൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ ഡെലിബറേറ്റ് എഫേർട്ട് എടുത്ത് ചെയ്യാൻ നോക്കും. ഡെയിലി ഇത്രയും വെള്ളം കുടിക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ അത് കുടിക്കാൻ നോക്കും. അങ്ങനെയൊക്കെ ചെയ്യും. അത്രേ ഉള്ളൂ. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കുന്നു. എനിക്കൊന്നും അത് തന്നെയാണെന്ന് തോന്നുന്നു ലോങ് ടേമിലേക്ക് നല്ലത്. ഇപ്പോൾ ചേച്ചിയുടെ ഇൻസ്റ്റ ഐ ഡി നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ വർക്കൗട്ട് പ്രൊഫൈൽസ് ആണ്, വർക്കൗട്ടിൻ്റെ റീൽസ് ആണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എപ്പോഴാണ് തോന്നി തുടങ്ങിയത്? എനിക്ക് ആക്ച്വലി ഒരു സ്റ്റേജൊക്കെ ഒരു 30s ഒക്കെ കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ വന്ന സമയത്ത് ഞാൻ ഒരു പോയിന്റിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ബിക്കോസ് എന്താണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, നമ്മളെന്താ ചെയ്യുന്നത്, ഞാൻ കണ്ണാടിയിൽ തന്നെ നോക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ നോക്കാറേ ഇല്ല. ഐ എം നോട്ട് എക്സാജറേറ്റിംഗ്.
സമയം കിട്ടാറില്ല. ആദ്യത്തെ ആൾ വന്നപ്പോൾ അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല, കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നു. സോ ഐ വാസ് ഹെഡിങ് ബാക്ക് ടു കുറച്ച് വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നു. നമുക്കൊരു നോർമൽ പ്രഗ്നൻസിയിൽ ഒരു 11 kg ഹെൽത്തി വെയിറ്റ് ഗെയിൻ മസ്റ്റാണ് ഒരു സ്ത്രീക്ക്. അതൊരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ ഇത് സിസേറിയൻ ആയിരുന്നു. അപ്പോൾ ഇത് തിരിച്ചു പോകാനുള്ളൊരു പാറ്റേണിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാനും വിശാലും കൂടെ ചെറുതായിട്ട് സൈക്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ വിശാൽ എക്സസൈസ് ഒക്കെ ചെയ്യുമായിരുന്നു. എനിക്കൊരു മോട്ടിവേഷന് വേണ്ടി ആൾ എൻ്റെ കൂടെ വരുമായിരുന്നു. വി വർ ഡൂയിങ് സൈക്ലിംഗ് ആൻഡ് ഓൾ. ഇൻ ബിറ്റ്വീൻ പിന്നെയും എനിക്ക് ഭയങ്കര ക്ഷീണം, വയ്യ, അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഐ വാസ് പ്രഗ്നൻറ്റ് അഗെയിൻ ഫോർ ദ സെക്കൻഡ് ടൈം. ദാറ്റ് ടുക്ക് എ ട്രോൾ. അതും കൂടെ ആയപ്പോഴേക്കും അടുപ്പിച്ചായിരുന്നു 2 തവണയും 2 ഡെലിവറി. അപ്പോൾ അതും കൂടെ വന്നപ്പോഴേക്കും ബോഡി ഈസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ചേഞ്ചസ്, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. പിന്നെ 2 മക്കളും വന്ന സമയത്ത് എനിക്ക് പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ടൈഡപ്പായി. നോക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ എനിക്ക് അമ്മയുണ്ട്, വിശാലിൻ്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഹെൽപ്പുണ്ട് വീട്ടിൽ എല്ലാം ചെയ്തു തരാൻ. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വളരെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. സോ എല്ലാവരും ഉണ്ടെങ്കിലും ഞാനൊരു ഹാൻഡ്സ് ഓൺ മദറായിരുന്നു. എനിക്ക് എൻ്റെ മക്കൾക്ക് എന്തുണ്ടെങ്കിലും ഞാൻ ചെയ്യണം എന്നുള്ളൊരു എൻ്റെ ഒരു പൊതുവേ ഒരു സ്വഭാവം അങ്ങനെയാണ്. എന്ത് കാര്യവും ഇപ്പോൾ വീട്ടിലൊരു ക്ലീനിങ് ആണെങ്കിലും എത്ര ആൾ വന്ന് ചെയ്താലും ഞാനും കൂടെ അവിടെ പോയി ക്ലീൻ ചെയ്യും. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ ഇത് ഞാൻ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് ഇറ്റ് കൈൻഡ് ഓഫ് കംപ്ലീറ്റ്ലി ടുക്ക് മീ. ഞാൻ എന്നെ ഞാൻ നോക്കാറും ഉണ്ടായിരുന്നില്ല, ശ്രദ്ധിക്കാറും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ പതുക്കെ വലുതായി തുടങ്ങി, നമുക്ക് നമ്മളുടേതായൊരു സമയം കിട്ടി തുടങ്ങി. ആൻഡ് ഐ തോട്ട് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ പിന്നെ കുട്ടികളാണെങ്കിലും ഇനി അവർ വളർന്നു പോകുമ്പോൾ അവർ അത്യാവശ്യം ഇൻഡിപെൻഡൻ്റ് ആണ്, അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ തോട്ട് ഇറ്റ് ഈസ് ടൈം ഐ റീതിങ്ക് അബൌട്ട് മൈ സെൽഫ് ആസ് വെൽ. അപ്പോഴാണ് വിശാൽ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത് ഒരു 100-day ട്രാൻസ്ഫോർമേഷൻ ട്രൈ ചെയ്യുക. ബിക്കോസ് ഞാൻ നേരത്തെ വെയിറ്റ് ലോസ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ലോസിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താ വെച്ചാൽ ഒരു ഇത്ര വെയിറ്റ് കുറയണമെന്ന് മാത്രമേ നമ്മൾ വിചാരിച്ച് ചെയ്യുള്ളൂ. നേരെ മറിച്ച് ഒരു 100 ദിവസം എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ നമ്മൾ മാക്സിമം അതിലേക്ക് കൊടുക്കും. ഇപ്പോൾ ഡയറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്കൊരു സമാധാനമുണ്ട്, 100 ദിവസമല്ലേ എന്നുള്ളത്. മറ്റതൊരു ലോങ് ടേമിലേക്ക് വിചാരിക്കുമ്പോൾ അത് ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. അങ്ങനെ 100 ദിവസം എന്നുള്ളൊരു പ്ലാനിലൂടെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ ഐ തോട്ട് ഐ വിൽ ടേക്ക് വീഡിയോസ് ഓഫ് ഇറ്റ്. എന്നിട്ട് അത് ആർക്കെങ്കിലും അതൊരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ഐ ക്യാൻ ഓൾസോ സീ വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഹാപ്പനിങ്. അപ്പോൾ എനിക്ക് പേഴ്സണൽ ട്രെയിനിങ് മനീഷ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തു തരും. ഐ ഹാവ് വർക്ക്ഡ് ഔട്ട് വിത്ത് ഹിം. ഇപ്പം എൻ്റെ ബോഡി ടൈപ്പ് അറിയാം, ഞാൻ വന്നിരിക്കുന്ന അപ്സ് ആൻഡ് ഡൗൺസ് അറിയാം. അപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ പെട്ടെന്ന് വെയിറ്റ് ലോസ് വരുന്നൊരു ബോഡി അല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് നല്ല എഫേർട്സ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. സോ നമ്മളെ ഹെൽത്ത് കണ്ടീഷൻ അറിയുന്ന ഒരാൾ കൂടെ നിൽക്കുമ്പോൾ ഇറ്റ്സ് ഈസി. സോ ഐ വെൻറ്റ് ഇൻ ടു ദാറ്റ്. ഇൻഫാക്റ്റ് ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ടു ബി മൈ ബെസ്റ്റ് വേർഷൻ. ഐ തിങ്ക് എവ്രി വുമൺ ഷുഡ് ഡു ദാറ്റ്. എവ്രിബഡി ഷുഡ് ഹാവ് എ കംബാക്ക്. ഇപ്പം ആ ഒരു കംബാക്കിലേക്കുള്ള എല്ലാ വുമൻസിനും വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷനാണ് ഈ ഒരു റീൽസ്. മോട്ടിവേഷനും കൂടെ ഞാൻ പറയാം, എല്ലാവരും അതേ പലതരത്തിൽ എടുക്കുന്നവരുണ്ടാവും. എന്നോട് ചിലർ ചോദിച്ചു ഇതിപ്പോൾ എന്തിനാ വീഡിയോ ഇടുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ചിലർ പറഞ്ഞു ഇത് മൊത്തം കഴിഞ്ഞിട്ടിട്ടാൽ പോരെ, ഇടയിലെങ്ങാൻ നിർത്തി പോകേണ്ടി വന്നാലോ. കാര്യം സ്റ്റിൽ ഐ എം ഇൻ ദ പ്രോസസ്. 100 days ഇപ്പോഴും ഞാൻ തീർത്തിട്ടില്ല. അപ്പോൾ നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മോശമാവുന്നൊരു സ്റ്റേജും കൂടി ഉണ്ട്. ഇത് പറഞ്ഞിട്ട് നടന്നില്ല എന്നുള്ളത് ഞാൻ അതിനെപ്പറ്റി ബോദർ ചെയ്യുന്നില്ല. ഞാൻ ഒരു ദിവസമേ വിചാരിക്കുന്നുള്ളൂ. ഇപ്പം ഇന്നത്തെ കാര്യം ചെയ്യുക, അത് വീഡിയോ ചെയ്യുക, നാളെ നടന്നില്ലെങ്കിൽ അപ്പം നോക്കാം എന്നൊരു ഐഡിയയിലാണ് ഞാൻ പോകുന്നത്. സോ ഫാർ സോ ഗുഡ്. ഓൾമോസ്റ്റ് ഒരു 50 days ഒക്കെ എത്താൻ പറ്റി. എനിക്ക് ഭയങ്കര മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. വെയിറ്റ് ലോസിനേക്കാളും കൂടുതൽ ഒരു ഹെൽത്തിയർ വേർഷൻ ആയിട്ട് ഭയങ്കര പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ആരോഗ്യമുണ്ട്. എനിക്കെന്നെ 2 മക്കളെ ഇപ്പോൾ സുഖമായിട്ട് എടുക്കാം, ലിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചെയ്യണം. സ്ത്രീകളാണെങ്കിലും കല്യാണം കഴിഞ്ഞു മക്കളായി എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ അത് ശ്രദ്ധിക്കാതിരിക്കരുത്. നിങ്ങൾ ഏത് ഫീൽഡിലുള്ളവരാണെങ്കിലും അത് ചെയ്യണം. ഇനിയിപ്പം നമ്മൾ സിനിമയിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാവോ ഈ ഒരു കംബാക്ക്? അതിലൂടെ കാണാൻ പറ്റുമോ? ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സിനിമയിലേക്ക് വരിക, സിനിമ ചെയ്യുക എന്നുള്ളതല്ല. ബട്ട് ഐ ഹാവ് സംതിങ് ഇൻ മൈ മൈൻഡ് which I want to do. I am working on that. I will let you know when I come out with it. I have something in my mind. Okay. ഈ ഒരു 2026ലേക്കുള്ള ഒരു പ്ലാൻ ആണോ, അല്ലെങ്കിൽ we have to wait for? ഇല്ല, not much. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ I might come out with something.
ഓക്കെ, നമ്മളത് ഇൻസ്റ്റയിൽ തന്നെ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം ഫോളോ ചെയ്യുന്നവർക്ക് എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാം. ബിക്കോസ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ഇൻസ്റ്റാഗ്രാം ഒന്നും എനിക്ക് ഉപയോഗിക്കാനേ അറിയില്ലായിരുന്നു, സത്യമായും പറയുന്നത്. എനിക്ക് സോഷ്യൽ മീഡിയ അത്യാവശ്യം വളരെ വളരെ പരിമിതമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് എന്നല്ലാതെ അതിലെൻ്റെ വളരെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എന്നല്ലാതെ വേറൊന്നുമില്ല. ഒരു ഫാമിലി കാര്യങ്ങൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. സഡൻലി എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ വന്നതിന് ശേഷം ഒരുപാട് ഫോളോവേഴ്സ് വന്നു. ഇത്രയും പേര് ഫോളോ ചെയ്യേണ്ടതായ എന്തുണ്ട് നമ്മളെന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്കറിയില്ല. അപ്പോൾ അത് അവർക്ക് നമ്മളോടുള്ള എന്തോ ഒരു സ്നേഹം കൊണ്ടാണ്. സോ ഐ റെസ്പെക്ട് ദാറ്റ്. പക്ഷെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഇപ്പോൾ മോസൻ കാറ്റ്സ് എല്ലാം റിലീസ് ചെയ്തൊരു ടൈമിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അപ്പോൾ നമുക്ക് ഇത്രയും കാത്തു നിൽക്കേണ്ടി വരില്ലായിരുന്നു, എനിക്ക് ഇത്രയും സ്നേഹം തിരിച്ചറിയാൻ. ഞാനത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും സോഷ്യൽ മീഡിയ ഇല്ല. ഉണ്ടെങ്കിലും എൻ്റെ ഫേസ്ബുക്കിലൊക്കെ എടുത്ത് നോക്കിയാൽ പോലും നിങ്ങൾക്കൊരു 5-10 വളരെ ചുരുക്കം ചിത്രങ്ങളെ കാണാൻ പറ്റുള്ളൂ. സിനിമയൊന്നുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമില്ല. അന്ന് ഞാനൊരു വളരെ പ്രൈവറ്റ് ലൈഫ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ എവിടെയും അധികം എന്നെ കാണാനുണ്ടായിരുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണോ പെട്ടെന്ന് ലൈം ലൈറ്റിൽ നിന്നൊരാൾ പെട്ടെന്ന് ഡിസപ്പിയർ ആവുന്നു? അങ്ങനെയും പറയാം. ഞാൻ അങ്ങനെ ഒരുപാട് സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ടായിരിക്കാം മാറ്റം. അതെനിക്ക് എനിക്കത് എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇപ്പം മൂവീസിലേക്ക് വരുവാണെങ്കിൽ വളരെ ചെറുപ്പകാലം തൊട്ടേ മൂവീസിൽ വന്ന ഒരാളാണ്. ഇപ്പം കുറേ പേരെടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഇപ്പം അവരുടെ നല്ലൊരു പ്രായത്തിൽ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് ആ ഒരു ചൈൽഡ്ഹുഡ് ടൈമിൽ തന്നെ പറ്റി. അപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നല്ല ആക്ടിങ് ആണ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യാറ്? കുഞ്ഞുനാളിൽ സത്യം പറഞ്ഞാൽ ഒന്നും ഭാവി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ അത് ഓർക്കുന്നില്ല. കാര്യം അന്ന് ഞാൻ അവസാനത്തെ സിനിമ ചെയ്യുമ്പോൾ ഐ വാസ് ഇൻ 3rd സ്റ്റാൻഡേർഡ്. പടത്തിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു 4th അപ്പോൾ അന്നൊന്നും അങ്ങനെ ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും നാളെ ഒരിക്കൽ സിനിമയിൽ പറഞ്ഞോ ഒന്നും എനിക്കറിയില്ല. പിന്നെ അഭിനയിക്കുന്നതിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അന്ന് ഞാൻ വർക്ക് ചെയ്തതെല്ലാം അത്യാവശ്യം നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്നത്, എല്ലാ ആക്ടേഴ്സും. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നത് എന്താണോ അത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ പവിത്രത്തിൽ ആ ഷോട്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് പറഞ്ഞു തന്നത് നമ്മൾ ആ പാവാട ഇങ്ങനെ കാണിക്കുമ്പോൾ, ലാൽ സാർ കാണിക്കുമ്പോൾ ഇങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ട് ഹായ് എന്ന് കാണിക്കും. അപ്പോൾ ചെറിയൊരു കാര്യമല്ലേ, അത് നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അല്ലാതെ ഒരു വലിയ ക്യാരക്ടറായിട്ട് ഒരുപാട് ഇമോഷൻസ് ഉൾക്കൊണ്ട് അങ്ങനെ ചെയ്ത് കാണാക്കിനാവിലായിരുന്നു. കുറച്ചും കൂടെ ഒരു ത്രൂ ഔട്ട് ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ. അതിലും കറക്റ്റായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് സിബി അങ്കിൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതുപോലെ ഫോളോ ചെയ്ത് പോവാന്നുള്ളതല്ലാതെ അഭിനയ മികവൊന്നും എനിക്കറിയില്ല അങ്ങനെ പറയാനായിട്ട്. പക്ഷെ മോസൻ കാറ്റിലേക്ക് വരുമ്പോൾ അഭിനയ മികവ് തന്നെയാണ് കാണുന്നത്. അവിടെയും ഫാസിൽ സാറാണ് എല്ലാം. നമുക്ക് ഓരോ പോയിന്റ് ടു പോയിന്റ് അദ്ദേഹം പറഞ്ഞു തരുന്ന രീതി അങ്ങനെയാണ്. ക്യാരക്ടർ നമ്മളെ മനസ്സിലാക്കി തരുന്ന രീതി അതാണ്. അപ്പോൾ ആ പ്രായത്തിൽ എനിക്കറിയാവുന്നതിൻ്റെ മാക്സിമം, ഉൾക്കൊള്ളാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അറിഞ്ഞ് ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ആ ഒരു മൂവിയിൽ തന്നെ പാട്ട് ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്, തൊട്ടാൽ പൂക്കും. നമുക്ക് ആ ചേച്ചിയുടെ എന്തിനാ ആ ഒരു പാട്ട് കേട്ടാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ തൊട്ടാൽ പൂക്കും പൂവോ നീയൻ ഓമന രാജാത്തേ, തൃത്താപ്പൂവോ തേൻ തളിരോ നിൻ മീനിലഴകേ. അടിപൊളിയായിട്ടുണ്ട്. ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് ഭാവി ഉണ്ടാവട്ടെ. ഇനി അതാണോ ആ ഒരു ചെറിയ കാര്യം? ഐ എം ലുക്കിംഗ് ഓൺ ഫോർ സംതിങ് അങ്ങനെ അല്ല. ഓക്കെ, അതാ ഇനിയിപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിൻ്റെ അസുഖം. ഞാൻ വെൽക്കമിങ് ആണ് ലൈഫിലേക്ക്. അവസരങ്ങൾ തേടി പോകാൻ എനിക്കെപ്പോഴും മടിയാണ്. വേറൊന്നുമല്ല, നമുക്കുള്ള അവസരങ്ങളാണെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. അത് ശരിയായ ഒരു രീതിയാണോ എന്ന് എനിക്കറിയില്ല. കാര്യം നമ്മളെപ്പോഴും ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യണം, അത് നമ്മളിലേക്ക് ആകർഷിക്കണം എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്കുള്ളതാണെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേരും എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഒരു നെഗറ്റീവായി അതിനെ അപ്രോച്ച് ചെയ്യാതിരുന്നാൽ മാത്രം മതി. അതർവൈസ് തേടി പോവാറില്ല. ഞാനത് വരുന്ന സമയത്ത് ഞാൻ വെൽക്കമിങ് ആണ്.
എനിക്ക് പറ്റുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കതിനുള്ള അർഹതയും കഴിവും ഉണ്ടെങ്കിൽ ഞാൻ ശ്രമിക്കും. അത്രയേ ഉള്ളൂ. അത് ഏത് ഫീൽഡാണെങ്കിലും അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആങ്കറിങ്ങിലാണെങ്കിലും കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ്. അപ്പം മൂവിയിൽ നിന്ന് എങ്ങനെയാണ് ആങ്കറിങ്ങിലേക്ക് ഒരു ഷിഫ്റ്റ് വന്നത്? മൂവിയിൽ നിന്നല്ല, ഞാൻ ആങ്കറിങ്ങിൽ നിന്നാണ് മൂവിയിലേക്ക് വരുന്നത്. ആങ്കറിങ്ങും അതുപോലെ ആഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നാണ് സിനിമയിലേക്ക് വരുന്നത്. അവിടെയും ഈ പറഞ്ഞ പോലെ യാദൃച്ഛികമായിട്ട് എത്തിപ്പെട്ടതാണ്. ജീവൻ ടി വിയിലെ പ്രോഗ്രാമായിരുന്നു, തിരൈത്തെൻട്രൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാം അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടാവുകയും അത് ഈ പറഞ്ഞ പോലെ കണ്ട് അതിൽ നിന്നാണ് സിനിമയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം ചേച്ചി ജനിച്ചത് ആക്ച്വലി ഒറ്റൊരു മോളായിട്ടാണ് ജനിച്ചതും വളർന്നതും ഒക്കെ ഒറ്റൊരു മോളായിട്ടാണ്. പക്ഷെ ഇപ്പോൾ 2 കുട്ടികളുടെ അമ്മയായി. അതൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? അതും ഈ പറഞ്ഞ പോലെ ഒരു ലേണിംഗ് പ്രോസസ്സാണ്. എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകൾക്കും നാച്ചുറലായിട്ട് വരുന്ന ഒരു സംഭവമായിരിക്കും മദർഹുഡ് എന്ന് പറയുമ്പോൾ. അതിലൂടെ നമ്മളും ഓരോ ഏജിൽ നമ്മുടെ മക്കൾ വളരുമ്പോൾ അതിനനുസരിച്ച് ഓരോ അമ്മയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ മൂത്ത മോളെ പോലെ അല്ല രണ്ടാമത്തെ മോള്. 2 പേരും ഒരു വയസ്സിൻ്റെ വ്യത്യാസമുള്ളെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുള്ള 2 കുട്ടികളാണ്. അപ്പോൾ ഓരോ ദിവസവും അവരുടെ ആക്ഷൻ അതിനനുസരിച്ചുള്ള നമ്മുടെ റിയാക്ഷൻ, പിന്നെ നമ്മുടെ ആക്ഷൻ അതിൻ്റെ റിയാക്ഷൻ. സോ ഐ തിങ്ക് എവ്രി മദർ ആസ് ഷീ live with it, she is also growing with it. എപ്പോഴെങ്കിലും ടെമ്പർ തെറ്റിപ്പോയിട്ടുണ്ടോ മക്കളുടെ അടുത്ത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ? ദേഷ്യമൊക്കെ ദേഷ്യം വരാറുണ്ട്, ഞാൻ വഴക്ക് പറയാറുണ്ട്. പക്ഷേ വൺ തിങ് വിച്ച് ഐ എം വെരി പർട്ടിക്കുലർ അബൌട്ട് ഇസ് ദാറ്റ് എനിക്ക് അടിക്കുന്നതിനോടോ അല്ലെങ്കിൽ അങ്ങനെ അതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ചെയ്യാറില്ല മാക്സിമം. എനിക്ക് അതിഷ്ടമല്ല, മാക്സിമം ചെയ്യാറില്ല. കാര്യം നമ്മൾ ആ ഒരു രീതിയോട് താല്പര്യമില്ല. പക്ഷേ ഞാൻ വഴക്ക് പറയാറുണ്ട്. കാര്യം ഇവർ 2 പേരും കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൈബാണ്. അപ്പോൾ ഞാൻ പറയുന്നതൊന്നും ചിലപ്പോൾ ഇവർ ശ്രദ്ധിക്കുക പോലുമില്ല, കേൾക്കുക പോലുമില്ല. അനുസരിക്കില്ല എന്നല്ല, ഇവരെ കാതിലേ വീണുണ്ടാവില്ല. ഇവരുടെ ലോകത്തായിരിക്കും 2 പേരും കൂടി. ആ സമയത്തൊക്കെ ചിലപ്പോൾ ഒച്ചയിട്ട് നമ്മൾ പറഞ്ഞാലേ ഇവരുടെ ചെവിയിലേക്ക് എത്തുള്ളൂ. അപ്പൊക്കെ വഴക്ക് പറയും. അപ്പം ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു ടൈമിലായിരുന്നല്ലോ മാരേജും കാര്യങ്ങളും ഒക്കെ. അപ്പം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അയ്യോ വേണ്ടായിരുന്നു, അതുകൊണ്ടാണോ അല്ല എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണോ ഇനി ലൈം ലൈറ്റ് എന്ന് മാറി ഒരു അല്ല എനിക്ക് ഫാമിലി ഈസ് ഓൾവേസ് മൈ പ്രയോറിറ്റി. ഐ wanted to get married, I wanted to have children. അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ് വിശാലിനെ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരാൾ അടുത്തില്ലെങ്കിലും ഹീ ക്യാൻ മാനേജ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യായിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ കുട്ടികളായപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 കുഞ്ഞു വാവകൾ. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും അമ്മ അവൈലബിൾ ആയിരിക്കണം എന്നാണ് എൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങളും ഒത്തു വന്നു. ബിക്കോസ് ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്ന് വരില്ല. അമ്മ കൂടെ ഉണ്ടാവാൻ പറ്റാത്ത ഒരുപാട് അമ്മമാർ വിചാരിച്ചാൽ പോലും എപ്പോഴും കൂടെ ഉണ്ടാവാൻ പറ്റണമെന്നില്ല. വർക്കിംഗ് മദേഴ്സ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കേസിൽ ഞങ്ങൾക്കത് പറ്റുമായിരുന്നു. വൺ ഓഫ് ദ പാരൻറ്റ് കുഡ് ബി അവൈലബിൾ ഫോർ ദ ചൈൽഡ് ആൻഡ് ഐ ടുക്ക് ദ decision that I will stay with them. One of us has to work also. അപ്പോൾ വിശാൽ മാനേജ്ഡ് ദ അതർ സൈഡ്, അപ്പോൾ ഐ മാനേജ്ഡ് ബീങ് വിത്ത് ദ ചിൽഡ്രൻ. അപ്പോൾ അവരുടെ ഓരോ ഗ്രോത്ത് സ്റ്റേജസിലും സോ ദാറ്റ് ഐ എം വെരി ഹാപ്പി. ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു കഴിഞ്ഞ എൻ്റെ 2ാമത്തെ മോൾക്ക് 7 വയസ്സായി. എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല, ഒരു തരി പോലും റിഗ്രറ്റ് ഇല്ല. കാര്യം 24/7 അവരുടെ അമ്മ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ സമയത്ത് നേരെ മറിച്ച് തിരിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്ക് ഗിൽറ്റായിപ്പോയേനെ. ഞാനൊരു ലൈം ലൈറ്റിൽ തന്നെ നിന്നുകൊണ്ടിരുന്ന ഒരു അമ്മയ്ക്ക് ചിലപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു വലിയ റിഗ്രറ്റ് ആയിപ്പോയേനെ. അയ്യോ എൻ്റെ മക്കളുടെ അടുത്ത് എനിക്ക് ഞാൻ സ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ അത് മാത്രമല്ല അവർ വളർന്ന് വലുതാവല്ലേ, ഇനിയിപ്പോൾ അവർക്ക് തന്നെ ഇൻഡിപെൻഡൻസ് വേണ്ട സമയമാണ്. അപ്പോൾ ഫുൾ ടൈം നമ്മളിപ്പോൾ പോയി അവരുടെ അടുത്തേക്ക് ഇരുന്നാൽ അവർക്കത് ബുദ്ധിമുട്ടാവുകയുള്ളൂ. കുറച്ചുകൂടെ അമ്മയ്ക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കും. ഇപ്പം തന്നെ അവർ കുറച്ച് അവരുടെ ലോകത്താണ്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറത്തേക്ക് ഞാൻ മാറി നിന്നാലും അവർ ഓക്കെയാണ്, കുഴപ്പമില്ല, അമ്മ പോയിട്ട് ഇപ്പോൾ വരും എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തി. സോ ഐ തിങ്ക് ഐ എം സേഫ് ഫ്രം ദാറ്റ് മോം ഗിൽറ്റ്. എനിക്കിപ്പോൾ മോം ഗിൽറ്റ് ഇല്ല, ഞാൻ ഹാപ്പിയാണ്. പിന്നെ അത് നമ്മൾ പ്രിവിലേജ്ഡ് ആവുന്ന പോലെയാണ്. നമ്മളെ ജീവിതം നമുക്ക് എങ്ങനെയാണോ ദൈവം കൊണ്ടുതരുന്നത്, അവസരങ്ങളും കൂടെ ആ സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്കത് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാനിങ്ങനെ ആയതുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ആവാൻ പറ്റണം എന്നില്ല. യെസ്. ഇപ്പോൾ ഒരു ആക്ട്രസ് ആയിരുന്നു, വൈഫാണ്, മദറാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സ്റ്റേജ് ചെയ്തായിരുന്നു?
എല്ലാം അതിൻ്റെതായ രീതിയിൽ എല്ലാത്തിനും അതിൻ്റെതായ പ്ലസ്സും മൈനസും ഉണ്ട്. എല്ലാം ഒരു ബാലൻസിൽ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പം അമ്മയാണെങ്കിൽ ഇപ്പം ചില സമയത്ത് നമുക്ക് ടെമ്പർ പോവും, നമുക്ക് ദേഷ്യം വരും. പക്ഷെ ചില സമയത്ത് ഭയങ്കര സ്നേഹമായിരിക്കും. നമുക്ക് അത്രയും ഓമനത്വവും ലാളിത്യവും നമ്മുടെ ലൈഫിലെ എനർജിയാണ്. നമുക്ക് എല്ലാ ദിവസവും ഭയങ്കര വൈബാണ്, വീട്ടിൽ ഫുൾ എനർജിയിലാണ് പോകുന്നത്. സോ എല്ലാത്തിനും അതിൻ്റെതായ പ്ലസ്സും മൈനസും ഉണ്ട്. മറ്റേപ്പോൾ ഒരു നമ്മളൊരു വൈഫ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എപ്പോഴും സെക്യൂർഡാണ്, നമുക്ക് എപ്പോഴും ഒരാളുണ്ട് കൂടെ സംസാരിക്കാൻ, ഷെയർ ചെയ്യാൻ. ഇപ്പം എൻ്റെ എന്ത് കാര്യത്തിലും എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡാണ്. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനും ഞാനിപ്പോൾ എൻ്റെ എല്ലാം ത്രൂ ഔട്ട് ഇഫ് ഐ എം ഹിയർ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ഹിം. അപ്പോൾ അത് എനിക്കതിനും ഒന്നും പറയാനില്ല. ഏതാണിതിൽ പിന്നെ സിനിമ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരുപാട് നമ്മൾ ഇന്നും ഇപ്പോൾ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് എങ്ങനെ എനിക്ക് വന്നു, ഫോളോവേഴ്സ് വന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് അതിൻ്റെ ബാക്കപ്പാണ്. സിനിമ അല്ലെങ്കിൽ ഞാൻ ചെയ്ത പ്രോഗ്രാംസ്, എന്നോട് എന്തൊക്കെയോ ഇഷ്ടം എവിടെയൊക്കെയോ തോന്നിയ ആരൊക്കെയോ, നമുക്ക് അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ആ ഒരു ചെയ്ത ആ ഒരു ക്യാരക്ടർ ആണെങ്കിൽ എന്തോ ഒരു ഇഷ്ടം, പാട്ടിനോടുള്ള ഇഷ്ടം, അല്ലെങ്കിൽ എന്തോ ആർക്കോ എന്തോ ഒരു ഇഷ്ടം എന്നോട് തോന്നിയിട്ടുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് എൻജോയ് ചെയ്ത പറഞ്ഞാൽ സത്യമായിട്ട് എനിക്കറിയില്ല. എല്ലാം അതിൻ്റെതായ റെസ്പെക്റ്റും അതിൻ്റെതായ വാല്യൂവും ഞാൻ കൊടുക്കും. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ അതിൽ. ഓക്കെ, ഇപ്പം നമുക്കൊരു ചെറിയ സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ, ടങ് ട്വിസ്റ്റർ ആണ്. ഇതെനിക്ക് മണിയാവോന്ന് എനിക്കറിയില്ല. എൻ്റെ കൂടെ പറയോ? പറയുന്നേ ഒരാവശ്യം പറയും. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. 5 പ്രാവശ്യം ഭയങ്കര ഫാസ്റ്റ് 5 പ്രാവശ്യം ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ഞാൻ പറഞ്ഞ ശരിയാ. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. കളഞ്ഞു പോയി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. കഴിഞ്ഞു. 5 ആയോ? ഇതിൽ അവസാനിക്കണം.